വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. ആരാ? എനിക്ക് മനസ്സിലായില്ലല്ലേ. ഞാനേ ഒരാളുടെ വീട് ചോദിക്കാനായിട്ടായിരുന്നു. ആരുടെ വീടാ? അത് വില്ലേജ് ഓഫീസർ. ആ ജോൺ സാറ്. അത് ഇവിടെ നേരെ പോയിട്ടേ ആ കപ്പയുടെ അവിടെ നിന്ന് നേരെ തന്നെ പോവുക, എന്നിട്ട് വലത്തേക്ക് തിരിയുക. അങ്ങനെ ചെല്ലുമ്പോൾ 4ാമത്തെ വീട്. ശരി ഏട്ടാ. ആ ഇതിപ്പോ ജോൺ സാറ് വെറുതെ ഓരോന്ന് ആലോചിച്ച് തല ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ ആനി. ഇവിടുന്ന് 2-3 കിലോമീറ്റർ അപ്പുറത്താണ് എൻ്റെ വീട്. ഇവിടുത്തെ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. വാ മോള് കയറി ഇരിക്കുക. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ചേട്ടൻ ഓഫീസിലേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ കുളിക്കുക. വാ മോള് കയറി ഇരിക്കുക. എന്താ കാര്യം? ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യ മേരി. മോള് കാര്യം പറഞ്ഞോളൂ. അത് ഞാൻ എൻ്റെ ഭർത്താവും കുഞ്ഞും മരിച്ചു പോയതാ. എനിക്കിന്ന് ആരുമില്ല. മാഡം, എനിക്ക് കുറച്ച് വെള്ളം തരാമോ? അതിനിപ്പോ എന്താ? മനുഷ്യന്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു. പ്രഭാഷകൻ 17-ാം അധ്യായം 22-ാം വാക്യം. മോക്ക് ബന്ധുക്കളാരും ഇല്ലേ? ഇല്ല മാഡം, ഞങ്ങൾ 3 പേരും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ അത് ആക്സിഡന്റ് ആയത്.
അതിൽ നിന്ന് ഞാൻ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. 3 പേരുടെയും ചികിത്സയ്ക്കായി ഒത്തിരി പണം ചെലവായി. ആ കാരണം കൊണ്ട് ചേട്ടനുണ്ടായിരുന്ന 3 സെന്റ് ഭൂമിയും വീടും ഉടനെ ജപ്തി ചെയ്യും. രക്ഷപ്പെട്ടെങ്കിലും ഞാൻ ഇന്നൊരു നിത്യരോഗ്യ. ഇവിടുത്തെ സാറ് വിചാരിച്ച എനിക്ക് വിധവാ പെൻഷൻ കിട്ടുമെന്ന് അറിയാൻ വന്നതാ ഞാൻ. എനിക്കിപ്പോ മരുന്നിനോ ആഹാരത്തിനോ ഒരു വഴിയുമില്ല മാഡം. വലിയ കഷ്ടത്തിലാണ് ഞാൻ. അല്ല അതിപ്പോ മോള് കരയാതിരിക്കേ. ഹലോ പറയൂ. ദേ ചേട്ടൻ വരുന്നുണ്ട്. റിലേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ എല്ലാവരും വരണമെന്നോ? പിന്നെ വരണ്ടേടോ. അല്ല സാറേ, അവരെനിക്ക് അറിയാവുന്നവരാണേ. ആ ഡേവി സാറിന് അത്യാവശ്യമായിട്ടൊരു എനിക്കൊന്നും കേൾക്കണ്ട. അവർക്ക് സർട്ടിഫിക്കറ്റ് വേണോ? സാറെന്താ സാറേ ഇങ്ങനെ പറയണത്? സാറേ സർട്ടിഫിക്കറ്റ് വേണം. എങ്കിൽ മരിച്ചുപോയ ആളിൻ്റെ 4 മക്കളും വില്ലേജ് ഓഫീസിൽ വരണം. എനിക്ക് കാണണം. വരും 4 പേരും വരും. പിന്നെ ആവശ്യമായ രേഖകളും വേണം. അല്ലാതെ ഇതുപോലെ ലൊട്ടാലോടുക്ക് റെക്കമെൻഡേഷനുമായി താനിതിൻ്റെ ഇടയിൽ വരരുത്. ഇല്ല സാറേ, ഞാൻ ആ ഭാഗത്തേക്ക് വരില്ല. എല്ലാ രേഖകളും റെഡിയാണ്. എല്ലാവരും വരികയും ചെയ്യും. എങ്കിൽ അവർക്ക് സർട്ടിഫിക്കറ്റും കിട്ടും. ശരി സാറേ. ആ ഓഫീസിലെ പിയൂണ തോമസ് ഒരു വക. അല്ല ചേട്ടാ, ഞാൻ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കഴിച്ചായിരുന്നോ? കഴിച്ചല്ലോ. ഇവിടെ വന്ന് നിൽക്കുക. ഞാൻ ഇരിക്കല്ലേ. വല്ലതും കഴിച്ചായിരുന്നോ? കഴിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ കഴിച്ചായിരുന്നു. എന്റെ ചേട്ടാ, ഞാൻ ഈ കൊച്ചിനോട് ചോദിച്ചതാ. ഇതാരാ? ചേട്ടനെ കാണാൻ വന്നതാ. എന്നെ കാണാനോ? അതെ, ഇവർക്ക് വിധവാ പെൻഷൻ. എന്റെ പൊന്ന് സാറേ, എനിക്ക് ആരുമില്ല, സഹായിക്കണം. നിങ്ങൾ ചെല്ലാൻ നോക്കിയേ. അതല്ല, അതിൻ്റെ അപേക്ഷാ ഫോമൊക്കെ വാങ്ങി ഒത്തിരി ഡോക്യുമെന്റ്സ് ഒക്കെ കളക്ട് ചെയ്ത് അപേക്ഷിക്കേണ്ട കാര്യ. അതെന്തൊക്കെയാണെന്നൊന്നും എനിക്ക് അറിയില്ല സാറേ. ഇത് ശല്യമായില്ലോ. ചേട്ടാ മേരി മിണ്ടരുത്. ഇതിനു വേണ്ടി ഇവിടെ എൻ്റെ വീട്ടിലേക്ക് വരാൻ ആരാ പറഞ്ഞത്? ആരെങ്കിലും എന്തെങ്കിലും പറയണത് കേട്ട് ഇറങ്ങി പുറപ്പെട്ടോളും. സാറേ, ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? തൊട്ടടുത്ത വീട്ടിൽ ആരോടെങ്കിലും ചോദിച്ചാൽ പോലും പറഞ്ഞു തരുന്ന കാര്യത്തിനാ വെളുപ്പം കാലത്തിനാണ് വന്നിരിക്കുന്നത്. ഒന്ന് സഹായിക്കണം സാറേ, സാറിന് പുണ്യം കിട്ടും. എനിക്ക് ആ പുണ്യം വേണ്ട. കൊച്ചേ, എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ചേട്ടാ നീ മിണ്ടരുത്. ഇതുപോലുള്ള വിവരം കേട്ട കുറെ എണ്ണത്തിന് ദിവസവും ഞാൻ കാണുന്നതല്ലേ. അതിപ്പോ വന്ന് വീട്ടിലുമായി ശല്യങ്ങള്. ഇറങ്ങിപ്പോവാൻ, അല്ലെങ്കിൽ ഞാൻ പട്ടിയനഴിച്ചു വിടും. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്നകലുന്നു. ഹൃദയം അവന്റെ സൃഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു. പ്രഭാഷകൻ 10-ാം അധ്യായം 12-ാം വാക്യം. ചേട്ടാ,
കാലത്തെ ഉള്ള മൂടുകൾ. എന്നാലും ചേട്ടാ, ചേട്ടൻ ചെയ്തത് വളരെ മോശമായിപ്പോയി. അങ്ങനെയൊന്നും പറയരുതായിരുന്നു. പിന്നെ ഞാൻ എന്തു പറയണമായിരുന്നു? ഒന്നും പറയണ്ട. അവർക്ക് പറയാനുള്ളതൊന്ന് കേൾക്കാമായിരുന്നില്ലേ? കൊള്ളാം. ഓഫീസിൽ പോകാതെ ഞാൻ ഇവിടെ ഇരുന്ന് അവരുടെ കഥ കേൾക്കണമായിരുന്നു അല്ലേ? ഓഫീസിൽ അത്രയും കാര്യങ്ങൾ കിടക്കുമ്പോഴേ ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഓഫീസിലെ ആളുകളെ വില്ലേജ് ഓഫീസർ അന്വേഷിക്കുമ്പോഴേ വില്ലേജ് ഓഫീസർ ഒരു വിവരമില്ലാത്ത സ്ത്രീയുടെ കഥ കേട്ടിരിക്കുകയാണെന്ന് പറയണോ? പറയ്. അതെ ചേട്ടാ, ചേട്ടൻ ആ കൊച്ചിനോട് അങ്ങനെ ഒന്നും പറയരുതായിരുന്നു. പിന്നെ എങ്ങനെ പറയാതിരിക്കും? അതിന് അതിൻ്റേതായിട്ടുള്ള പ്രോപ്പർ വേണ്ട. അല്ലാതെ ഇങ്ങനെ വലിഞ്ഞു കയറി വന്ന് ശല്യപ്പെടുത്തിയാലേ വിധവാ പെൻഷൻ കിട്ടില്ല. അത് ആദ്യം മനസ്സിലാക്കണം. അല്ലാതെ ആ സ്ത്രീയെപ്പോലെ നീയും വിവരക്കേട് പറയരുത്. അവരെ കണ്ടാൽ തന്നെ അറിയാം ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത സ്ത്രീയാണെന്ന്. മനുഷ്യൻ്റെ ഉള്ള സമാധാനവും കളഞ്ഞു. നാശം പിടിച്ചത്. ഇങ്ങനെ അലറി വിളിച്ചതുകൊണ്ടോ വഴക്ക് പറഞ്ഞതുകൊണ്ടോ ദേഷ്യപ്പെട്ടതുകൊണ്ടോ ചേട്ടന് മനസ്സമാധാനം കിട്ടുമോ? പിന്നെ ഒരാളെ രൂപത്തിലും വേഷത്തിലും ഒന്നും അല്ല വിലയിരുത്തേണ്ടത്. അവർക്ക് വിദ്യാഭ്യാസം കുറവായിരിക്കാം, പക്ഷേ ആ കൊച്ചിന് ആവശ്യത്തിനുള്ള അറിവും പക്വതയുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അതെ, വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടോ അറിവുണ്ടായതുകൊണ്ടോ കാര്യമില്ല. അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന വിധം പ്രവർത്തിക്കാനും പെരുമാറാനും സംസാരിക്കാനും ഒക്കെ കഴിയുമ്പോഴല്ലേ ചേട്ടാ യഥാർത്ഥ മനസ്സമാധാനം കിട്ടുന്നത്. മനസ്സമാധാനത്തിനും സന്തോഷത്തിനും പ്രത്യേകിച്ചൊരു വഴിയില്ല. അത് നമ്മൾ തന്നെ കണ്ടെത്തണം. എല്ലാവർക്കും അന്തസ്സോടെ ജീവിക്കാനുള്ള ആഗ്രഹവും അവകാശവും ഉണ്ട്. അത് ഉറപ്പുവരുത്താനുള്ള ചുമതല സഹജീവികളായ ഓരോരുത്തർക്കും ഉണ്ട്. അതില്ലാത്തവർക്ക് അന്യരുടെ നിത്യവൃത്തിയെക്കുറിച്ച് പോലും ചിന്തിക്കാനും ആകുലപ്പെടാനും സാധിക്കില്ലെന്നതാണ് സത്യം. അത് സാധിക്കണമെങ്കിൽ കണ്ണുകൊണ്ട് കാണുന്നതിനപ്പുറം മനസ്സുകൊണ്ട് കാണാൻ കഴിയണം. അങ്ങനെ നമ്മളിൽ നല്ലൊരു മനസ്സുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ മനസ്സിൽ നമ്മളുണ്ടാവും. മഞ്ഞ് കഠിനമായ ചൂട് കുറയ്ക്കുന്നില്ലേ? നല്ല വാക്ക് ദാനത്തേക്കാൾ വിശിഷ്ടമാണ്. പ്രഭാഷകൻ 18-ാം അധ്യായം 16-ാം വാക്യം. മറ്റുള്ളവൻ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ നമ്മൾ ഉപകാരിയായി മാറിയിട്ടുണ്ടോ? പ്രശ്നങ്ങൾ വരുമ്പോൾ കൂടെ നിന്നിട്ടുണ്ടോ ചേട്ടാ? അന്യർക്ക് വേണ്ടി ആത്മാർപ്പണം ചെയ്യുന്നവർ മൺമറഞ്ഞാലും ഓർമ്മകളിൽ ജീവിക്കും. ഒരു ദേഷ്യത്തിന് 3-4 മിനിറ്റിന്റെ ദൈർഘ്യമേ ഉള്ളൂ. എന്നാൽ പറഞ്ഞു പോകുന്ന വാക്കുകൾക്ക്, ചെയ്തു കൂട്ടുന്ന അബദ്ധങ്ങൾക്ക്, എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഒരായുസിന്റെ വലിപ്പമുണ്ട്. അവരുടെ വിഷമതകൾ കേൾക്കണ്ട, അവരെ സഹായിക്കുകയും വേണ്ട. മറിച്ച് അവരെ നിന്ദിക്കുകയും കുറ്റപ്പെടുത്തുകയും മാനസികമായി തകർക്കാതിരിക്കുകയും ചെയ്തൂടെ? ദയാപൂർവമായ വാക്കുകൾ കൊണ്ട് ഒരാളുടെ വേദനയെങ്കിലും മയപ്പെടുത്താനായാൽ അതിൽ പരം സന്തോഷവും സമാധാനവും വേറെ എന്താ ചേട്ടാ ഉള്ളത്? അതെ, ഞാൻ ഇറങ്ങുന്നു. ആ, ഇപ്പൊ തന്നെ വൈകി.
സാറേ ആ ആരായിരുന്നു സാറേ അവര്? ആര്? ആ ഞാനല്ലേ കാലത്ത് സാറിന്റെ വീട്ടിലേക്ക് കൃത്യമായിട്ട് വഴി പറഞ്ഞു കൊടുത്ത് വിട്ടത് ആ പെങ്കൊച്ചിനെ. ഓഹോ, അപ്പൊ താനാണാ മഹാൻ? മഹാനോ? ഞാനോ? സാരെന്താ പറ്റിയത്? എടോ, വില്ലേജ് ഓഫീസറുടെ വീട്ടിൽ ചെന്ന വിധവാ പെൻഷൻ കിട്ടും തന്നോട് ആരാ പറഞ്ഞത്? വിധവാ പെൻഷനോ? ആർക്ക്? എന്നോട് ആരും പറഞ്ഞിട്ടില്ല. തന്നോട് പറഞ്ഞില്ല, ആ, പക്ഷെ താൻ പറഞ്ഞില്ലേ? ആ, ഇല്ലെന്ന്. എന്റെ പൊന്നു സാറേ, സാറ് പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എനിക്കെന്തിനാ വിധവാ പെൻഷൻ? എന്റെ ഭാര്യ ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ. എടോ, താൻ എന്നൊരു സ്ത്രീയെ വിധവാ പെൻഷന് വേണ്ടി വീട്ടിലേക്ക് പറഞ്ഞു വിട്ടില്ലേ? ദേ ഇല്ലാവരും പറയാൻ നിൽക്കുന്നുട്ടാ. ആ പെങ്കുച്ചി സാറിന്റെ വീട്ടിലേക്കുള്ള വഴി ചോദിച്ചു, അത് ഞാൻ പറഞ്ഞു കൊടുത്തു, അത്രേ ഉള്ളൂ. ഇനി ആ പെങ്കൊച്ചി എന്തെങ്കിലും സംഭവിച്ചാണ്ടല്ല എന്നെ കുറ്റം പറയാൻ നിൽക്കുന്നുട്ടാ. എന്ത് സംഭവിക്കാൻ? ഓ, അപ്പൊ സാറൊന്നും അറിഞ്ഞിട്ടില്ല. ഇല്ല. അരമണിക്കൂർ മുമ്പ് ആ കൊച്ചിനെ ആ ജംഗ്ഷനിൽ വെച്ച് കാറിടിച്ചു. അവരെ ജനറൽ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ആരാണ് അവര്? ആര്? ആ കാറിടിച്ചവരേ. ആ അല്ല, അവര് സാറിനെ കാണാൻ വേണ്ടിയാണല്ലോ വന്നത്. അതിന്? അല്ല സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടാ? എന്ത് പ്രശ്നം? അല്ല, സാറിന്റെ മുഖഭാവം കണ്ടപ്പോഴേ കാറിടിച്ചെന്ന് പറഞ്ഞപ്പോ. പിന്നെ ഒരാളെ കാറിടിച്ചു എന്ന് പറയുമ്പോ ഞാൻ കിടന്ന് തുള്ളിച്ചാടണം? ഓ, ഞാൻ വെറുതെ ചോദിച്ചാണേ. വല്ല പ്രശ്നം ഉണ്ടായിരുന്നു? എന്റെ അമ്മോ, ഞാൻ പോണ്. കഷ്ടതയനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രനിൽ നിന്ന് മുഖം തിരിക്കുകയോ അരുത്. പ്രഭാഷകൻ 4-ാം അധ്യായം 4-ാം വാക്യം. എന്താ ഏട്ടാ തിരിച്ചു പോന്നേ? ഛേ, എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് പകൽ പോലെ അറിയാമായിരുന്നിട്ടും എനിക്ക് നീ ചിന്തിച്ചതുപോലെ ചിന്തിക്കാനോ അവരെ കേൾക്കാനോ സഹായിക്കാനോ ഒന്നിനും തോന്നിയില്ല. എനിക്കാണെങ്കിൽ അവരാരാണെന്നോ അവരുടെ അഡ്രസ്സോ ഒന്നും അറിയില്ല. ചേട്ടൻ അത് തന്നെ ചിന്തിച്ചിരിക്കുകയാണോ? ചേട്ടാ, കുറ്റബോധത്തിലും വലിയ പ്രായശ്ചിത്തമില്ല. മനസാക്ഷിയുടെ പ്രേരണയ്ക്ക് വഴങ്ങുന്ന മനുഷ്യൻ സാക്ഷാൽ ഈശ്വര ചൈതന്യത്തിന് ഹൃദയത്തെ ഒരുക്കുന്നവനാണ്. ആ കൊച്ചിന്റെ പേര് സ്ഥലമൊക്കെ എനിക്കറിയാം. നമുക്ക് ഒരുമിച്ച് പോകാം. സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുന്നു. പരുഷമായ വാക്ക് കോപം ഇളക്കിവിടുന്നു. വിവേകിയുടെ നാവ് അറിവ് വിതറുന്നു. സുഭാഷിതങ്ങൾ 15-ാം അധ്യായം 1-ാം വാക്യം. അതല്ലെന്നേ, അവരെ നമ്മുടെ ജംഗ്ഷനിൽ വെച്ച് ഒരു കാറിടിച്ചു. എന്റെ മാതാവേ! എന്നിട്ട് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നാ ആൻഡോ പറഞ്ഞത്. എങ്കിൽ നമുക്ക് പോവാം ചേട്ടാ. ആശുപത്രി വരെ ഒന്ന് പോകാം. പോവാം, നീ റെഡിയാവും. എനിക്ക് റെഡിയാകാനൊന്നുമില്ല. ഈ വാതിലൊന്ന് പൂട്ടിയാ മതി. ആ. ഓ എന്റെ ദൈവമേ, ആ കൊച്ചിനെന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ ആവോ? ഏയ്, നീ വിഷമിക്കാതിരി, ഒന്നും ഉണ്ടാവില്ല. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. ലൂക്ക 6-ാം അധ്യായം 31-ാം വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്,
ഡിവൈൻ വിഷൻ ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.